അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ? വസീഫ് എല്ലാ കാലം ഇടതുപക്ഷത്തിനൊപ്പം നിന്ന, വോക്കലായി തന്നെ CPM-നൊപ്പം നിന്ന, വോക്കലായി തന്നെ CPM നയങ്ങളോട് പിന്തുണ പ്രഖ്യാപിച്ച, ഇനി കോൺഗ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ കോൺഗ്രസിലെ ഇടതുപക്ഷത്തെക്കുറിച്ച് പറയുന്ന, കടുത്ത സംഘപരിവാർ നിലപാടുകൾ പരസ്യമായി പേടിയില്ലാതെ പ്രഖ്യാപിക്കുന്ന, നഷ്ടങ്ങൾ നേരിട്ടാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തുറന്നു പറയുന്ന ഒരു സാത്വികനായ വൈദികൻ, ഒരു പിതാവ് നിങ്ങളോട് കാണിച്ച വിവരദോഷം എന്താണ് ശ്രീ വസീഫ്? ഞാൻ പറയാം, ഞാൻ തുറന്നു പറയാം. ആഷ്മിയ പോസ്റ്റ് വായിച്ചതാണല്ലോ അല്ലേ? പ്രളയം വരണം, അങ്ങനെ ഒരു മഹാദുരന്തമുണ്ടായാൽ ഞങ്ങൾ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ അതിൽ നിന്നാണ് അധികാരത്തിൽ വന്നത് എന്നൊക്കെ തോന്നുന്ന പോസ്റ്റ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ, ഇപ്പോൾ അടുത്ത കാലത്ത് ആയ അധ്യക്ഷനൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട് കേരളത്തിൽ. ആ രീതിയിലൊക്കെ ഒരു പുരോഹിതന്റെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റും ഇങ്ങനെയുള്ള പ്രതികരണമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിച്ചു എന്നുള്ളത് തെറ്റാണോ? ഇനി അതിനോട് പ്രതികരിക്കേണ്ടത് വിവരദോഷി എന്ന് വിളിച്ചാണോ വസീഫെ? പ്രതിപക്ഷ നേതാവ് അതിനോട് പ്രതികരിക്കേണ്ടത് വിവരദോഷി എന്ന് വിളിച്ചാണോ? അല്ല, പിണറായി പാർട്ടി സെക്രട്ടറി അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സഭയുടെ പ്രധാനപ്പെട്ട ഒരു വൈദികനെ വിവരദോഷി എന്ന് അധിക്ഷേപിച്ചാണോ അതിനോട് പ്രതികരിക്കേണ്ടത്? മനുഷ്യനല്ലേ? അല്ല, അങ്ങനെ പേരെടുത്ത് ആരെയും പിണറായി പറഞ്ഞിട്ടില്ലല്ലോ. ഇനി VD സതീശൻ ചില പോസ്റ്റിനടിയിൽ പോയി കമന്റ് ഇട്ടതുപോലെ കമന്റ് ഇടുകയാണോ വേണ്ടത്? നമുക്ക് ഓർമ്മയില്ലേ, ഡാഷിന്റെ കൂടെ രാത്രി ഉറങ്ങുന്നത് സതീശന്റെ ഡാഷിലിട്ട് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടത് ഓർമ്മയില്ലേ? അങ്ങനെ കമന്റ് ഇടണോ? അതാ വേണ്ടത്? ഈ മൈക്കിന് വേണ്ടി സതീശനും സുധാകരനും തമ്മിൽ അടിപിടി കൂടിയപ്പോൾ അവർ നടത്തിയ പ്രതികരണം നമുക്ക് ഓർമ്മയില്ല, ആ സ്റ്റേറ്റ്മെന്റുകളൊക്കെ. ഇവരൊക്കെ വലിയ മാന്യന്മാരാകുന്നു. ഇങ്ങനെ ഒരു ക്രിയാത്മകമായ ഒരു മറുപടി സ്വാഭാവികമായിട്ടും പറയുമ്പോ അതിനകത്ത് ഇങ്ങനെ അങ്ങ് പറയേണ്ട എന്ത് കാര്യമാണ്? അല്ല, ആ പോസ്റ്റിന്റെ ഉദ്ദേശം എന്താ? അല്ല, ഞാൻ ചോദിക്കുന്നത് സാമ്പത്തിക നയങ്ങളെ പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, വളരെ മോശമായ പോലീസ് നയങ്ങൾ, മാധ്യമവേട്ട, സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ നടന്ന അഴിമതികൾ, പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം, വിമർശനങ്ങളുടെ അസഹിഷ്ണുത, മതസാമുദായിക സംഘടനകളെ അതിരുവിട്ട് പീഡിപ്പിക്കാനുള്ള നീക്കങ്ങൾ, വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങൾ ഈ തോൽവിക്ക് നിദാനമാണ് എന്ന് പറഞ്ഞിട്ട് താഴെ വരുന്നുണ്ട്. എന്താണ് ഈ പറയുന്ന പ്രളയവും മഹാമാരികൾ എപ്പോഴും രക്ഷയ്ക്കെത്തണമെന്നില്ല, കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനം വീഴില്ല. ശരി, നിങ്ങൾക്ക് ഈ പറഞ്ഞ കിറ്റ് രാഷ്ട്രീയത്തിൽ ജനം വീണില്ല എന്ന് പറഞ്ഞു കൂർലോസ് തിരുമേനി, അദ്ദേഹം ക്രിസംഖ്യയായോ? അതിന് ക്രിസംഖ്യയായി ഞങ്ങൾ പറഞ്ഞോ? അല്ല, ആ ചാപ്പയ്ക്കുള്ള സമയം ചോദിക്കുക. സാധാരണ നിങ്ങളുടെ പണി അതാണല്ലോ സാർ. സാധാരണ നിങ്ങളുടെ പണി അതാണല്ലോ, ഈ ചാപ്പ അടിച്ചു കൊടുക്കലാണല്ലോ നിങ്ങളുടെ പണി. നിങ്ങളുടെ പണി അല്ല, ഞങ്ങളുടെ പണി തീരുമാനിക്കും നിങ്ങളാണോ? ഞങ്ങളുടെ പണി അങ്ങനെയാണ്. നിങ്ങൾക്കൊക്കെ എന്തൊക്കെ അടിച്ചു തരണോ അശ്മി? എന്തൊക്കെ അടിച്ചു തന്നിട്ടുണ്ട്? നിങ്ങൾ ഔദാര്യം പറയല്ലേ? ഔദാര്യം പറയല്ലേ? നിങ്ങൾ ഔദാര്യം പറയല്ലേ? ചാപ്പ അടിച്ച് കിട്ടിയിട്ടുള്ളതാ പറയുന്നേ. പിന്നല്ലാതെ നിങ്ങളുടെ ഒരു സൈബർ ആചാര്യമുണ്ട് സാർ, നിങ്ങളുടെ ഒരു സൈബർ ആചാര്യനുണ്ട്. പണ്ട് സാർ നിങ്ങളുടെ ഒരു സൈബർ ആചാര്യനുണ്ട്. അയാൾ പണ്ട് കോൺഗ്രസിലായിരുന്നു, ഇന്നിപ്പോ CPM-ലാണ്, നാളെ അയാൾ വേണമെങ്കിൽ BJP-യിലേക്ക് പോകുന്ന ആചാര്യൻ. ആ ആചാര്യനെ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ ഒരു വിയോജിപ്പ് പറഞ്ഞതിന് എന്താണ് ആയുധ പരിശീലനം കിട്ടിയ NDF-ആണെന്ന് അറിയോ വസീഫെ? ചാപ്പ കിട്ടിയിട്ടുണ്ട്. ആശ്മിയുടെ ആചാര്യനായിരിക്കും താങ്കളുടെ ആചാര്യനാ, താങ്കളുടെ സൈബർ ആചാര്യനാ, താങ്കളുടെ പാർട്ടിയുടെ സൈബർ ആചാര്യനാ. ഒരുത്തൻ തള്ളി പറഞ്ഞു ഇതുവരെ. എന്റെ ആചാര്യ അതുകൊണ്ട് ചാപ്പയുടെ കഥ പറയല്ലേ? അത് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ചാപ്പയുടെ കഥ പറയല്ലേ? അതുകൊണ്ട് ചാപ്പയുടെ കഥ പറയല്ലേ സാറേ? എന്റെ ആചാര്യനെ നിങ്ങളും തീരുമാനിക്കണ്ട ആശ്മി. നീ ഇങ്ങോട്ടും പറയണ്ട. നിന്റെ ആചാര്യനെ നിനക്ക് തീരുമാനിക്കാം, ഞങ്ങളുടെ ആചാര്യനെ നിനക്ക് തീരുമാനിക്കാം. ഭാഷ മാറിയുണ്ടോ? അത് നീ വേറെ ആരോടോ പറഞ്ഞാൽ മതി. ഭാഷ മാറിയതുണ്ടോ? അത് ഞങ്ങളോട് പറയണ്ട സാറേ. ഭാഷ മാറിയതുണ്ടോ? ഞങ്ങളുടെ ആചാരനെ തീരുമാനിക്കാൻ നിങ്ങൾ ഭാഷ മാറിയതുണ്ടോ? സാർ നിങ്ങളുടെ സൈബർ സ്പേസിൽ ഇടതുപക്ഷത്തിന് വേണ്ടി ബാറ്റ് ചെയ്യുന്ന ആചാര്യന്റെ കാര്യമാണ് പറയുന്നത്. ഹലോ, കേൾക്കുന്നില്ല? നിങ്ങൾ അവതാരകനാണോ? ശ്രീ വി വസീഫെ, താങ്കൾ പറഞ്ഞില്ലേ ചാപ്പ അടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ? കോൺഗ്രസിനല്ലേ, യൂത്ത് കോൺഗ്രസ്. ശ്രീ വസീഫെ, സാർ നീ എന്നൊക്കെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി വസീഫെ. ചായ കുടിച്ചോ? നീ എന്നൊക്കെ പാർട്ടി ഓഫീസിലും വീട്ടിൽ പോയി വിളിച്ചാൽ മതി. നീ എന്നൊക്കെ പാർട്ടി ഓഫീസിലും വീട്ടിൽ പറഞ്ഞാൽ മതി. ഇതൊരു ചർച്ചയാ കേട്ടോ.
അല്ല നീ പറയാൻ പറ്റില്ലേ? വേണ്ട പറയണ്ട. അല്ല പറയണ്ട. എന്റെ സൈബർ ആചാര്യൻ എന്ന് പറയാൻ നിങ്ങളാരാ എന്ന് പറഞ്ഞാൽ CPM-ന് വേണ്ടി സൈബർ സ്പേസിൽ ബാറ്റ് ചെയ്യുന്ന ആളാ. ഞാൻ നിങ്ങൾ എന്താണ് വിളിക്കാം? സൈബർ സ്പേസിൽ CPM-ന് വേണ്ടി ബാറ്റ് ചെയ്യുന്ന സൈബർ ആചാര്യൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഡിവൈഎഫ്ഐയോ CPM-ഓ ഇദ്ദേഹം ഞങ്ങളുടെ ഇങ്ങനെ പറയുന്ന ആള് ഞങ്ങളുടെ ആചാരനാണെന്ന് ഞങ്ങൾ പറഞ്ഞോ? ആഷ്മി ഇതുപോലെയുള്ള ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. അധികാരം തരുന്നത് തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? എന്ത് ഞങ്ങൾ തള്ളിപ്പറയേണ്ടത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആചാരനും ഇല്ല. CPM-ന്റെ പേരിൽ CPM പ്രതിരോധം എന്ന മട്ടിൽ സൈബർ ഇടത്തിൽ നടത്തുന്ന വിവരദോഷിത്തരം തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? അതൊക്കെ വേറെ എവിടെ പോയി പറഞ്ഞാൽ മതി. നീ എന്ന് വിളിക്കുന്നോ? വീട്ടിൽ പോയി വിളിക്കട്ടോ. ഒന്നും ഒരു ദിവസത്തിന് മുമ്പിൽ ഒരു വർത്താനം പറയാൻ പറ്റില്ല. അത് ഞാൻ വീട്ടിൽ പോയി വിളിക്കണം. ആഷ്മിയുടെ വീട്ടിൽ വന്ന് വിളിക്കണമെങ്കിൽ ആഷ്മിയുടെ വീട്ടിൽ വിളിക്കും ആഷ്മി. അതിനൊന്നും ഒരു ഭയവും ഇല്ല. നിങ്ങൾ കുറെ കാലമായി തുടങ്ങിയിട്ട് കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആചാരം ആരാണെന്ന് തീരുമാനിക്കാനൊന്നും നിങ്ങളൊരാളും ഏൽപ്പിച്ചിട്ടില്ല. എന്ത് വെല്ലുവിളി? ഞങ്ങളുടെ ആചാരനാണോ? ആരാ പറഞ്ഞത്? എന്റെ ആചാരനാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് അവതാരകനായ നിങ്ങൾക്ക് എന്റെ ആചാര്യൻ എന്ന് പറയാൻ നിങ്ങൾ ആരാ? ആചാര്യൻ എന്ന് പറയാൻ നിങ്ങൾക്ക് ആരാ അധികാരം? നാവിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയുന്ന അധികാരം ആരാ തരുന്നത്? ഏത് ആചാര്യൻ? ഞങ്ങൾ പറഞ്ഞോ? CPM-ന്റെ ഏതെങ്കിലും ഔദ്യോഗികമായി ഇദ്ദേഹം ആചാര്യനാണെന്ന് പറഞ്ഞോ? നിങ്ങൾ ആരെയാ പുച്ഛിക്കുന്നത് ആഷ്മി? നിങ്ങളൊരു അവതാരകനല്ലേ? മാന്യത വേണം അല്പമെങ്കിലും. അല്പമെങ്കിലും മാന്യത വേണം, വേണം. ഞങ്ങൾ ആചാര്യൻ എന്ന് പറയാൻ നിങ്ങൾ ആരാ? ഞങ്ങൾ ആചാര്യൻ. അങ്ങനെ പറയുന്നത് ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട്. സൈബറിടത്തിൽ CPM-ന്റെ പേര് പറഞ്ഞ് CPM പ്രതിരോധം എന്ന മട്ടിൽ ചാപ്പയടിച്ചു കൊടുക്കൽ ശീലമാക്കിയ ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ക്രൂരമായി മർദ്ദനമേറ്റ കോൺഗ്രസ്സുകാരുണ്ട്. അവരെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും പറയാനില്ലല്ലോ. നിങ്ങൾ പറയൂല, നിങ്ങൾ ചർച്ചയെടുക്കില്ല. സൈബറിടത്തിൽ ഈ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് കുത്തി അകറ്റുന്ന കുറെ വിവരദോഷികളുണ്ട്. ആ വിവരദോഷികളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് എന്ന് വിളിച്ചത്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നീ എന്ന് വിളിച്ചത്. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ, നീ വാ പൊളിക്കരുത് പ്ലീസ്. അങ്ങയുടെ ഭാഷ. ബഹുമാനത്തോടു കൂടി ചർച്ചക്കിരിക്കുന്ന അങ്ങയുടെ ഭാഷ തിരിച്ചും ബഹുമാനമുണ്ട്. അങ്ങയുടെ ഭാഷ ഒരു വൈദികനെ വിവരദോഷി എന്ന് വിളിക്കുന്നത് കേട്ട് പഠിച്ച അങ്ങയുടെ ഭാഷ കൊണ്ട് രക്ഷപ്പെട്ടു പോകാം എന്ന് കരുതിയാൽ തിരിച്ചും പറയാൻ പറ്റും. അങ്ങനെ വിവരദോഷി എന്ന് കേട്ട് പഠിക്കുന്ന താങ്കളുടെ ഭാഷയാണ് നീ എന്ന് വിളിക്കുന്നത്. അത് ഒരു തെറ്റുമില്ല. താങ്കളതേ പറയൂ. എന്നെ കേൾക്കണം. താങ്കളതേ പറയൂ വസീഫ്. താങ്കൾ വിവരദോഷി എന്ന് വിളിച്ച് കേൾക്കുന്നത് വീരാരാധനയോടെ കാണുന്ന അങ്ങേക്ക് താങ്കളെ നീ എന്ന് വിളിക്കും. ഒരു തർക്കമില്ല. വേണേ തെറിയും വിളിക്കും. തർക്കമില്ല അല്ലേ? അതെ ആഷ്മി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആഷ്മി നിങ്ങളും ഞാനും ആദ്യമായിട്ടല്ല ചർച്ചയ്ക്കിരിക്കുന്നത്. ഞാൻ ഈ ദിവസം വരെ നിങ്ങളെന്നും താങ്കളെന്നും ആഷ്മി എന്നുമാണ് വിളിച്ചത്. ഇന്ന് നീ എന്ന് വിളിച്ചത് എന്തിനാ? നിങ്ങൾ പറയുന്നു എന്റെ ആചാര്യൻ, ഞങ്ങളുടെ ആചാര്യൻ, എന്റെ ആചാര്യനാണെന്ന് ഞങ്ങൾ ആരോ നിങ്ങളോട് പറഞ്ഞോ? നിങ്ങളുടെ CPM-ന് വേണ്ടി ബാറ്റ് ചെയ്യുന്ന ജനത്തെ പാർട്ടിയിൽ നിന്ന് കുത്തി അകറ്റുന്ന ഇത്തരം വിവരദോഷങ്ങൾ ആവർത്തിക്കുന്ന ചാപ്പയടിച്ചു കൊടുക്കൽ ശീലമാക്കിയ ആളുകൾ സൈബർ സ്പേസിലുണ്ട് വസീഫെ. നിങ്ങൾ അവരെ തള്ളിപ്പറയുന്നില്ല. സൈബർ ആചാര്യന്മാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ജനത്തെ കൊത്തിയകറ്റുന്ന ആചാര്യന്മാരാണ് അവർ. നിങ്ങൾ അവരെ തള്ളിപ്പറയുവോ? വ്യാജ പ്രസിഡന്റുമാരുടെ സന്തത സഹചാരി എന്ന് പറയണോ? അങ്ങനെ പറയണോ? ആഷ്മി,
നിങ്ങളാണല്ലോ യൂത്ത് കോൺഗ്രസ്സുകാരൻ കൊലപ്പെടുത്തിയ ധീരജ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ കൊലപ്പെടുത്തിയവന്റെ കൂടെ ഫോട്ടോ എടുത്ത് ചിരിച്ചു നിന്ന ആളാ നിങ്ങള്. ഞങ്ങൾ എന്നിട്ട് നിങ്ങളെക്കുറിച്ച് മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ഞങ്ങൾ ഈ പറഞ്ഞോ നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ആചാര്യനാണ്, സംരക്ഷകനാണ് പറയാറില്ലല്ലോ. ഇങ്ങനെ കൊഞ്ഞനം കുത്തി കാണിക്കല്ലേ? ഞങ്ങളുടെ മാന്യതയാ. ഉത്തരം കുത്തുമ്പോൾ ഇങ്ങനെ കൊഞ്ഞനം കുത്തി കാണിക്കല്ലേ? തന്നെ ഞങ്ങളുടെ നിങ്ങൾ ചാപ്പയടിക്കുന്നില്ല ഔദാര്യം പറഞ്ഞോന്നേ. നിങ്ങൾ ചാപ്പയടിച്ച കഥ എണ്ണി പറയലാണ് ഞാൻ. അല്ല, നിങ്ങൾക്ക് എന്തും കൊഞ്ഞനം കുത്താന്നാ വസീഫെ? നിങ്ങൾ ചാപ്പയടിച്ച കഥ എണ്ണി പറയുകയാണ്. നിങ്ങൾ ഈ വിവരദോഷി ചാപ്പ, വികസന വിരുദ്ധ വിദ്രോഹ സഖ്യ ചാപ്പ, തീവ്രവാദി ചാപ്പ, RSS ചാപ്പ, NDF ചാപ്പ, ജമാഅത്ത് ഇസ്ലാമി ചാപ്പ, ചാപ്പകൾ അടുക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾ. അതാ എന്റെ ചോദ്യം. നിങ്ങൾക്ക് കൂറിലോസ് പിതാവ് ക്രിസംഗി ചാപ്പടിക്കാൻ സമയമായോ വസീഫെ? കൂറിലോസ് പിതാവ് ക്രിസംഗി ചാപ്പടിക്കാൻ സമയമായോ? നിങ്ങൾക്ക് ആരെയും എന്തും പറയാം. അങ്ങനെ അടിച്ചോ ആരെങ്കിലും? ആശ്മിയോട് ആരെങ്കിലും ഈ പറഞ്ഞു തരാറുണ്ടോ ഇങ്ങനെ സമയം ചെയ്യാറുണ്ട് എന്ന്? ആശ്മിക്ക് യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസിന്റെ PR ടീമും തരുന്ന ഉപദേശത്തിനനുസരിച്ച് ചർച്ച നയിക്കേണ്ടി വരും. പക്ഷെ അതിനനുസരിച്ച് മറുപടി പറയണം എന്ന് കരുതരുത്. ഈ കോൺഗ്രസിന്റെ PR ടീമിന് വേണ്ടി അതിലെ പുതിയ ഒരു ന്യൂജൻ ടീമുമായിട്ടുള്ള അഭീത ബന്ധത്തിനനുസരിച്ച് നിങ്ങൾ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കും. നിങ്ങൾ ഇതുപോലെ വാചക സൂക്ഷിച്ച് സംസാരിക്കണം. താനും സൂക്ഷിച്ച് സംസാരിക്കണം. കിഴങ്ങ് അതിനനുസരിച്ച് ഞങ്ങൾ മറുപടി പറയണം. എന്താണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പുതിയ ടീമിന്റെ PR ടീമിന്റെ ഉപദേശം കേട്ട് വാചക കസർത്ത് നടത്തുന്നവൻ എന്ന് തന്നെയാ വെല്ലുവിളിക്കുന്നു. അങ്ങനെ വാചക കസർത്ത് നടത്തുന്നതിന് ഞങ്ങൾ മറുപടി പറയും. നിങ്ങളൊന്ന് തെളിയിക്ക്. താഴേക്ക് തരം താഴ്ന്ന് താങ്കൾ ഈ പറഞ്ഞ വൃത്തികെട്ട വർത്താനം ഒറ്റ തെളിവ് പറയോ? കോൺഗ്രസിന്റെ PR ടീമിന്റെ ഉപദേശം സ്വീകരിച്ചാണ് ഞാനിവിടെ എന്റെ ജോലി എന്ന് പറയാമോ? ഒരു തെളിവ് കാണിക്കാവോ? വസീഫ് ഒരു തെളിവ് കാണിക്കാവോ? അങ്ങനെ പൊതു സംസാരമുണ്ട്. അങ്ങനെ പൊതുസംസാരം ഇവിടെ വന്ന് വിളമ്പണ്ട വസീഫെ. അങ്ങനെ പൊതുസംസാരം ഇവിടെ വന്ന് വിളമ്പണ്ട. ഉണ്ട്. അങ്ങനെ പൊതുസംസാരം ഇവിടെ വന്ന് വിളമ്പണ്ടെന്നാ പറയുന്നത്. മര്യാദകേടും തോന്നിയവാസങ്ങളും പൊതുസംസാരവും വിളമ്പാനുള്ള വേദിയല്ല വസീഫെ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.